സ്പ്രേ ഗണ്ണിൻ്റെ അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതാണ് നമ്മൾ ഒരു പുതിയ സ്പ്രേ ഗണ്ണ് വാങ്ങിയിട്ടുണ്ട് ഇൻക്വിൻ്റെ. നമ്മൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഒരു മെഷീൻ പണി മുടക്കി. അപ്പം പെട്ടെന്ന് പുതിയതായിട്ടൊന്ന് വാങ്ങേണ്ട വന്നതാണ്. അപ്പം നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നമ്മൾ ടോട്ടലിൻ്റെ മെഷീനാണ്. അപ്പോൾ ആ മെഷീൻ ഒരു 5 വർഷത്തോളം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് പെട്ടെന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് കംപ്ലൈൻ്റ് ആയി. അപ്പോൾ നമ്മൾ പുതിയൊരു മെഷീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് അൺബോക്സ് ചെയ്ത് നമുക്ക് നോക്കാം. 450 വാട്ട്സ് ആണ്. ഒന്ന് അൺബോക്സ് ചെയ്യാം. ഇതാണ് മെഷീൻ. ഇത് പിന്നെ പെയിൻറ്റിങ്ങിനൊക്കെ കാർക്ക് ഉപയോഗിക്കുന്നത്, പെയിൻറ്റിങ്ങിന് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് കൂടുതലും പെയിൻറ്റിങ്ങുകാരെക്കാളും കൂടുതൽ വെൽഡിങ് പണിക്കാർ അങ്ങനെയുള്ള ചെറിയ ചെറിയ പെയിൻറ്റിങ്ങൊക്കെ ആവശ്യമുള്ളവരാണ് കൂടുതലായിട്ടും വാങ്ങുന്നത്. അപ്പം നമ്മളുടെ മെയിനായിട്ട് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിന് പെയിൻ്റ് അടിക്കൽ, പൈപ്പിന് സ്പ്രേ പെയിൻറ്റ് അടിക്കൽ, അതൊക്കെ സ്പീഡിൽ പണി നടക്കും. കാരണം വലിയ ചിലവുമില്ല. കാരണം ആകെ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. ഈ ഒരു സംഭവത്തിൻ്റെ അകത്ത് പെയിൻറ്റ് നിറക്കുന്നു, അടിക്കുന്നു. അപ്പം വലിയ പണി കാര്യങ്ങളൊന്നുമില്ല. ചെറിയ പരിപാടിക്ക് എല്ലാം കഴിയും. പിന്നെ വലിയ റേറ്റും വരുന്നില്ല. ഇതിനിപ്പം 2500 റേറ്റാണ് വരുന്നത്. നമ്മൾ നേരത്തെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ടോട്ടൽ മെഷീൻ ഏകദേശം ആ റേഞ്ചായിരുന്നു. അത് നമ്മൾ ഏകദേശം 5 വർഷത്തോളം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 5 വർഷം യൂസ് ചെയ്തിട്ട് ഇന്നിപ്പം നമ്മളൊരു പണിയെടുത്തുകൊണ്ടിരിക്കുന്നിടത്ത് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി. അപ്പം പിന്നെ അത്രയും വർഷം യൂസ് ചെയ്തിട്ട് ഈ 2500 ഒക്കെ മുടക്കി കഴിഞ്ഞാൽ വലിയ സ്പ്രേ മെഷീൻ അതൊക്കെ വാങ്ങുന്നതിനെക്കാട്ടും നമുക്ക് സ്ഥിരം ഇങ്ങനത്തെ വർക്കൊന്നും ഇല്ലല്ലോ. ഇപ്പം നമ്മൾ മെയിനായിട്ട് ഓടിനടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റേ പഴയ മെഷീൻ കത്തിപ്പോയി. റിപ്പയറിങ്ങൊക്കെ ലേശം ബുദ്ധിമുട്ടായിരിക്കും. വാറണ്ടി ഒന്നും കിട്ടില്ല. അങ്ങനെ ഒരു സംഭവമാണ്. പക്ഷേ പെട്ടെന്നൊന്നും അങ്ങനെ പോകുന്നില്ല. നമ്മൾ നിലവിൽ ഉപയോഗിച്ചിട്ടുണ്ട്, അനുഭവം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അന്ന് നമ്മൾ ടോട്ടലിൻ്റെ മെഷീനാണ് വാങ്ങിയത്. എങ്കിലും മോശം കമ്പനിയൊന്നുമല്ല, നല്ല കമ്പനി തന്നെയാണ്. അപ്പം പിന്നെ ഇതാണ് സംഭവം. ഇതിൻ്റെ കൂടെ ഇനി മെയിനായിട്ട് കിട്ടുന്നത് പിന്നെ പിന്നെ ഇത് ഒഴിക്കാൻ വേണ്ടിയിട്ടൊരു സാധനം കണ്ടില്ലേ, കപ്പോട്ട്. അപ്പോൾ ഇത് പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടുന്നത് ഒരു കാറ്റലോഗാണ്. ഇതിൻ്റെ ഉപയോഗം കാറ്റലോഗിൻ്റെ കൂടെ ഒരു മെയിൻ സാധനം കിട്ടുന്നുണ്ട്. കണ്ടോ, ഇതാണ് സാധനം മെയിനായി. ഇതില്ലാണ്ട് ഒരു പരിപാടി നടക്കില്ല. ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ സൂചി. ഈ സംഭവം എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവത്തിനകത്ത് മെഷീനകത്ത് എപ്പോഴും കച്ചറ കൊടുക്കും. കച്ചറ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പെയിൻ്റൊക്കെ അല്ലേ, വെള്ളം അടിച്ച് ക്ലീൻ ആക്കിയാലും ഒരു ദിവസം കഴുകി അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ സാധനം കൊടുക്കും. അപ്പോൾ ഇത് പ്രസ്സാക്കിയിട്ട് കുത്തുവാട് ഇതിങ്ങനെ കണ്ടോ, ഇങ്ങനെ പ്രസ്സാക്കുമ്പോൾ ഇതിന് ഹോളുണ്ട്. അപ്പോൾ അതിനകത്തോട് കുത്താൻ വേണ്ടിയിട്ടാണ് ഈ സാധനം. ഇത് ഇടക്കിടക്കേ ഈ സാധനം കൈ തന്നെ വെക്കണം. പെയിൻ്റ് അടിക്കുന്നത് നമ്മൾ ഓരോ പാട്ടാക്കുമ്പോൾ തന്നെ, ഓരോ ലിറ്റർ അടിക്കുമ്പോൾ തന്നെ ഇതാക്കേണ്ടി വരും. അപ്പം ഈ സാധനമാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള സാധനം. ഇപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് 2500. ഫ്ലിപ്കാർട്ടിൽ അതിനെക്കാട്ടും കുറഞ്ഞ റേറ്റ് കിട്ടുന്നുണ്ട്. 2100, 2 ആ റേഞ്ചിലൊക്കെ ഉണ്ട്. ഓഫർ റേറ്റിൽ 2 രൂപയൊക്കെ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടാം. പിന്നെ അതുപോലെ തന്നെ ഇത് ടാഗ് ചെയ്ത് വെക്കുകയും ചെയ്യാം. അപ്പോൾ ആ റേഞ്ചിൽ കിട്ടുന്നുണ്ട്. നമുക്ക് പിന്നെ പെട്ടെന്ന് ഇപ്പം ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങൽ നടക്കില്ല. കാരണം പെട്ടെന്ന് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയത് 2500 കൊടുത്തിന് നമ്മുടെ ആവശ്യം ഇത് ഞാൻ പറഞ്ഞല്ലോ. കാരണം പെട്ടെന്ന് മെഷീൻ കംപ്ലൈൻ്റ് ആയി. കംപ്ലൈൻ്റ് കഴിഞ്ഞാൽ ഇപ്പോൾ ഓടിൻ്റെ പെയിൻറ്റ് അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേറെ വഴിയില്ല, വേറെ മാർഗ്ഗമില്ലാത്തത് നമ്മൾ പെട്ടെന്ന് പോയി വാങ്ങിയതാണ്. അപ്പം നാളെ അല്ലെ പിന്നെ ഓൺലൈൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ മിനിമം 2 ദിവസമേലും എടുക്കും, എത്ര ഫാസ്റ്റ് ഓർഡർ ആണെങ്കിലും. അപ്പോൾ അങ്ങനെ നമ്മൾ വർക്ക് പെയിൻറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഞാൻ മെയിനായിട്ട് പൈപ്പിന് പെയിൻ്റ് അടിക്കൽ അങ്ങനെ കുറവാണ്. കാരണം ക്ലീനിങ് ഒക്കെ ഭയങ്കര പണിയല്ലേ. ഭയങ്കര നല്ല ഏരിയ ഒക്കെ ഉണ്ടെങ്കിലേ പൈപ്പിന് അടിക്കാൻ നിൽക്കുള്ളൂ. പൈപ്പിന് ഇനാമിൽ പെയിൻ്റ് അടിക്കുമ്പോൾ, എപ്പോക്സി പ്രൈമർ അടിക്കുമ്പോൾ കുറച്ച് കൊടുങ്ങൽ കൂടുതലാണ്, അത് കംപ്ലൈൻറ്റ് കൂടുതലാണ്. ഓടിനടിക്കുന്നത് ടൈൽ കോട്ടൊക്കെ അടിക്കുമ്പോൾ വലിയ കംപ്ലൈൻറ്റ് വരുന്നില്ല. കാരണം അധികം കച്ചറയൊന്നും വരുന്നില്ല. അപ്പം നമ്മൾ കൂടുതലായിട്ട് ഇത് ഓടിൻ്റെ പണിക്ക് മാത്രമേ കൂടുതൽ ഓട് അടിക്കാനാണ് ഉപയോഗിക്കല്. ഇപ്പോൾ 10,000 ഓട് അടിക്കാണ്ട്. 1000 ഓട് അടിക്കുമ്പം പിന്നെ മെഷീൻ, പുതിയ മെഷീൻ, മറ്റേ വലിയ മെഷീന് 10,000-15,000 രൂപ വിലയില്ല. അപ്പം വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഡെയിലി 400 രൂപ കൊടുക്കണം. അതൊരു 4-5 ദിവസം എടുക്കും. പിന്നെ വാടകയ്ക്ക് എടുക്കുന്ന പൈസയെ ഈ മെഷീൻ ആകുന്നുള്ളൂ. അതാകുമ്പം നമുക്ക് പിന്നീടാണെങ്കിലും ഉപയോഗിക്കുകയും ചെയ്യാമല്ലോ. ഒരു 5-6 സൈറ്റൊക്കെ ഇതുപോലെയുള്ള ഓടി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഇത് മുതലാണ്. കാരണം അതിനെക്കാളും ചെറിയൊരു സ്പീഡ് വ്യത്യാസം ഉണ്ടാകും. കാരണം എന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ല മെഷീനാണ്. കാരണം പലരും ഉപയോഗിച്ചിട്ട് നല്ല അഭിപ്രായമാണ്. കാരണം നമ്മളിത് നിലവിൽ 5 വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഇതേ മോഡൽ. ഇപ്പം ഇത് എത്ര ലാസ്റ്റിംഗ് കിട്ടുന്നുള്ളത് പിന്നെ വാറണ്ടി ഒന്നുമില്ല. എന്നാലും എനിക്ക് തോന്നുമ്പോൾ മോശം കമ്പനിയൊന്നുമല്ലല്ലോ. മോശം കമ്പനിയൊന്നും അല്ലാത്തതുകൊണ്ട് എങ്ങനെ കിട്ടുന്നറിയില്ല. ഞാൻ ഇത് അടിക്കുന്ന വീഡിയോ കാണിച്ചു തരാം. ഇത് ചെയ്യുന്ന വീഡിയോ കൂടി ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താം. കാരണം പിന്നെ മൊത്തത്തിൽ കാണിച്ചു തരാം ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്. പെയിൻ്റ് അടിച്ചിട്ട് ഓടിൻ്റെ ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പം ഇതാണ് നമ്മൾ വാങ്ങിയ മെഷീൻ. ഇത് വെച്ചിട്ടുള്ള പെയിൻറ്റിങ്. ഇതുപോലെ ഓട് നിരത്തി വെച്ചിട്ട് പിന്നെ 2 പേരേലും വേണം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. എന്നാലേ ഓട് മറിച്ച് വെക്കാൻ ഒരാൾ, പിന്നെ എടുത്തിട്ട് പോകാൻ ഒരാൾ, വെക്കാൻ ഒരാൾ. അങ്ങനെ ചെയ്താലേ നമുക്ക് സ്പീഡ് കിട്ടും. അപ്പോൾ ഒരു ദിവസം പരമാവധി നല്ല സ്പീഡിൽ തന്നെ അത്യാവശ്യം കുറച്ചധികം എണ്ണം, അതായത് മറ്റേ സ്പ്രേ കിട്ടുന്നതിൻ്റെ അത്ര സ്പീഡിൽ ചിലപ്പോൾ അടിക്കാൻ പറ്റില്ല. കാരണം ഇത് ഇടയ്ക്ക് ഈ കരടെല്ലാം കൊടുങ്ങും. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പെയിൻറ്റ് പിന്നെ പരമാവധി അരിച്ചിട്ടൊക്കെ വേണം എടുക്കാൻ, അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കുടുങ്ങിക്കഴിഞ്ഞാൽ.
അപ്പം അങ്ങനെയുള്ള പ്രശ്നമുണ്ട്. പിന്നെ കഴുകി വെക്കണം, അങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും പിന്നെ ഓടിന് പെയിൻ്റ് അടിക്കാനാണ് കൂടുതലായിട്ട് ഉപയോഗിക്കൽ. ഇത് കണ്ടില്ല, ഓടിനിപ്പോൾ നമുക്ക് 10,000 ഓട് അടിക്കാനുണ്ട്. അപ്പം പിന്നെ സാധാ ബ്രഷും കൊണ്ട് അടിച്ച് കഴിഞ്ഞാൽ ഒത്തിരി താമസം എടുക്കും. റെൻറ്റിന് എടുത്തു കഴിഞ്ഞാൽ ഒരു മെഷീന് ഒരു ദിവസത്തിന് 10-400 രൂപ മിനിമം കൊടുക്കണം. പിന്നെ അങ്ങനെ ഒരു 5-6 ദിവസം അടിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല പൈസയല്ലേ. അത് തന്നെ ആ പൈസ പോലും വരുന്നില്ലല്ലോ അതിൻ്റെ മുടക്ക് മുതൽ. ബ്രഷിനെ കൊണ്ടടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിക്കാവുന്നതിന് ഒരു പരിധിയുണ്ട്, അതിൻ്റെ ഡബിൾ എന്തായാലും ഇതിനെ കൊണ്ടടിക്കാൻ പറ്റും. അപ്പം ആ പൈസ എന്തായാലും ലാഭം തന്നെയാണ്. അപ്പം മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഹെൽപ്പർമാരെ 2 പേര് എക്സ്ട്രാ വേണം. 3 പേര് വെച്ചാലും മിനിമം പണിയെടുക്കണം. 2 പേര് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതാവില്ല, ഒരാൾ കൊണ്ടുവെക്കാനും എടുക്കാനെല്ലാമായിട്ട് വേണം, എന്നാലേ ഈ പരിപാടി നടക്കുകയുള്ളൂ. നമ്മൾ നിലവിൽ 3 പേര് വെച്ചിട്ടാണ് പണിയെടുക്കുന്നുണ്ടോ. പിന്നെ അതിലിടക്ക് ഒരാൾ വീഡിയോ എടുക്കാൻ വേണ്ടി പോയതുകൊണ്ട് ചെറിയ ഗ്യാപ്പ് തന്നെയാണ്. അപ്പം മെഷീൻ്റെ വിലയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ, 2,100 രൂപ 2,000 രൂപയ്ക്ക് ഓൺലൈൻ കിട്ടുന്നുണ്ട്. നമുക്ക് കടയിൽ നിന്ന് പെട്ടെന്ന് വാങ്ങേണ്ടതുകൊണ്ട് 2,500 നമ്മൾ കൊടുത്തിന്. കാരണം നമുക്ക് ദിവസം താമസിപ്പിക്കാനില്ല, ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കംപ്ലൈൻ്റ് ആയതുകൊണ്ടല്ലേ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അതുപോലെ തന്നെ നമ്മൾ കൂടുതലും വെൽഡിങ്ങിൻ്റെ വീഡിയോ ആണ് ചെയ്യൽ. ചില മെഷീനുകളൊക്കെ നമ്മൾ പുതിയത് വാങ്ങുമ്പോൾ പരിചയപ്പെടുത്താറുണ്ട്. കൂടുതലും നിങ്ങൾ റൂഫിങ് അങ്ങനെയുള്ള ഐറ്റംസിൻ്റെ വീഡിയോകളാണ് നമ്മൾ ചെയ്യൽ. അതൊക്കെ ഒന്ന് കയറി കാണാൻ ശ്രമിക്കുക. അപ്പം താങ്ക് യു.